ഹലോ മൈ സൂപ്പർ ലേഡീസ്, വെൽക്കം ബാക്ക് ടു സോയ് സ്റ്റഡി വ്ളോഗ്. അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പം 5 മണിയായിട്ടുണ്ട്. ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. കാരണം നോൻപ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ എണ്ണ പലഹാരങ്ങളൊക്കെ ഒരുപാട് കഴിച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഷഫുഖാൻ്റെ സാധാരണ നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ പെരുന്നാൾ നോൻപായത് കാരണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പെരുന്നാളിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചവിടെ വെച്ചതാണ്. കഴിഞ്ഞൊരു മാസമായിട്ട് ചെയ്തിട്ടില്ല. നമ്മൾ എല്ലാ ആഴ്ചയും ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൂടെ ചെയ്യണം. അപ്പോൾ 5:30 ആകുമ്പോഴേക്കും ഞാനും ഷെർഫയും കൂടെ, കുട്ടികൾ ഉറങ്ങുകയാണ്, വീട്ടിൽ പുറത്തുനിന്ന് പോയിട്ട് ഞാനും ഷെർഫൊക്കെയും കൂടെ ലാബിൽ പോവുകയാണ്. അതിന് ശേഷം ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് റൗണ്ടൊക്കെ അടിച്ചിട്ട് ഞങ്ങളിങ്ങനെ വരും. ഓക്കെ, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വീട്ടിലോട്ട് തിരിച്ചെത്തും. അപ്പോൾ ഞങ്ങളിത് ലാബിലെത്തിയിട്ടുണ്ട്. ഷഫുഖ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് അവർക്ക് എൻ്റെയും ഷഫുഖേൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഞാൻ വെയിറ്റൊക്കെ നോക്കി. ഞാൻ വെയിറ്റ് നോക്കിയപ്പം കൂടിയിട്ടൊന്നുമില്ല കേട്ടോ. കറക്റ്റ് 70 ആണ്, 70 kg ആണ് ഉണ്ടാവുക. അത് തന്നെയാണ്, കൂടിയിട്ടൊന്നുമില്ല. ഞാനൊരു 75 ഒക്കെ പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. കാരണം നോൻപിൻ്റെ സമയത്ത് നമ്മൾ എണ്ണക്കടികളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നതല്ല, അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ 70 തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ആദ്യം ഫാസ്റ്റിങ്ങിൽ എല്ലാ ടെസ്റ്റുകളും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊന്നും കഴിക്കാതെ പോയതാണ് കേട്ടോ. അപ്പം നമുക്കിനി കുറച്ച് സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകണം. വീട്ടിലോട്ടുള്ള സാധനം, ഒരാഴ്ചത്തോട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കണം. അതിനുശേഷം വേണം നമുക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പോയ സമയത്ത് നേരത്തെ ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അങ്ങനെ ഭക്ഷണം ഒന്നും ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഉഴുന്നുവടയും ചായയും വാങ്ങിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്യാൻ പോയിട്ട് പിന്നെ എണ്ണക്കടി തന്നെയാണല്ലോ കഴിക്കുന്നത്. അത് വേറെ ഒന്നും ആവാത്തത് കാരണമാണ് കേട്ടോ. അതിന് നമ്മൾ 10 മണിയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിലെത്തി. 10-10:30 ആകുമ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ വേഗം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ കടല ഞാൻ കറിയൊക്കെ വേവിച്ച് വെച്ചിട്ടായിരുന്നു. തേങ്ങാപ്പാൽ ഒഴിക്കാനാണ് ഉള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് ആയാൽ കറിയാവും. പിന്നെ ദോശയും കൂടെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ ചോറിൻ്റെ പണിയും കൂടെ നോക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ട്, ഷർഫുക്കുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ രാവിലത്തത് കഴിഞ്ഞ് കുറച്ച് നേരം പഠിച്ച് അല്ലെങ്കിൽ മറ്റുള്ള ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ വേഗം അതും കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുക്കറിൽ അരി ഇട്ടതിന് ശേഷം ഞാനിത് ബെഡൊക്കെ വിരിച്ച് ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് വന്നതാണ്. അതിനുശേഷം പിന്നെ ഒരടുപ്പ് ഓരോന്ന് ഒഴിയുമ്പം അവിടെ അടുത്തത് വെച്ച് അങ്ങനെ നമ്മുടെ പണികളൊക്കെ തീർത്തു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഒന്ന്, അപ്പോഴേക്കും വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഫാനിൻ്റെ അടിയിലൊന്ന് വന്ന് കിടക്കാമെന്ന് വിചാരിച്ചൊരു ലഡുവൊക്കെ എടുത്ത് വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അതിനുശേഷം പിന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം രാത്രി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഉറങ്ങിയത്. പിന്നെ നേരത്തെ എഴുന്നേറ്റതും കാരണം പിന്നെ ഷെഫുഖ കുറച്ച് നേരം കൂടെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ തൊഴിൽ വീതി എടുത്തു. തൊഴിൽ വീതിയിൽ എപ്പോഴും ഒരു പേജിൽ ഇതുപോലെ കുറേ മോട്ടിവേഷൻ സ്റ്റോറീസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷനും കിട്ടും, അതോടൊപ്പം എന്തെങ്കിലും ഒരു ടിപ്പൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ അതാണ് ആദ്യം ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്ന അതാണ് തൊഴിൽ വീതിയിലുള്ള ആ ഒരു മോട്ടിവേഷൻ സ്റ്റോറിയൊക്കെ വായിച്ചതിന് ശേഷം. അപ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഓരോരുത്തരുടെ സ്റ്റോറിയൊക്കെ കേൾക്കുമ്പം നമ്മളെ കൊണ്ടും പറ്റും എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അത് വായിച്ചതിന് ശേഷം ഞാൻ വേഗം ബാക്കി കാര്യങ്ങളിലോട്ട് പോയി. അപ്പോൾ അതിലെടുക്കുന്ന വർക്കിംഗ് ഡേ ആണ് കിട്ടുന്നത്. വർക്കിംഗ് ഡേ ആണ്, വർക്കുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ രാവിലെ ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം പിന്നെ എല്ലാവർക്കും വർക്കൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തതാണ്. 10 മണി to 10 to 6 ആണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മറ്റുള്ള വർക്ക്, എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് വർക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ MLAയുടെ പേജിൽ എഴുതാനും പോസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടെ ഹെവി ആയിട്ട് വർക്ക് വരുള്ളൂ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള അവരുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാനും ക്ലയൻസായിട്ടുള്ള ഡീലിങ്സും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അത് ഇതിനിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ LDC ആയിട്ട് ബന്ധപ്പെട്ട ഓരോ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് വായിച്ച് നോക്കി, അതിലറിയുന്നതൊക്കെ നോക്കി. ചിലതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ഗ്യാപ്പ് വന്നത് കാരണം ഏകദേശം 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. അത് കാരണം എനിക്ക്
മുൻപ് പഠിച്ചു വെച്ചതൊക്കെ ഒരുപാട് മറന്നിട്ടുണ്ട്. സത്യം പറയാലോ, ഒരുപാട് മറന്നിട്ടുണ്ട്. അതെനിക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ പഠിച്ച കാര്യങ്ങൾ പോലും എനിക്ക് കൺഫ്യൂഷൻ തോന്നുന്നുണ്ട്, ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ എടുത്തത് കറണ്ട് അഫെയേഴ്സാണ്. കറണ്ട് അഫെയേഴ്സും തൊഴിൽ വീതിയിലുള്ള കറണ്ട് അഫെയേഴ്സ് തന്നെയാണ് ഞാൻ നോക്കുന്നത്. അത് കൂടാതെ പിന്നെ നമുക്ക് യൂട്യൂബിൽ മന്ത്ലി ബേസിലൊക്കെ കറണ്ട് അഫെയേഴ്സ് ഒരുപാട് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യുക എല്ലാവരും. പിന്നെ ടെലിഗ്രാമിലാണെങ്കിലും ഡെയിലി കറണ്ട് അഫെയേഴ്സ് നമുക്ക് കിട്ടും. ഇപ്പം സൈലത്തിൻ്റെ ഇതിലായാലും ആസ്ഥ അക്കാഡമി, അതുപോലെ PSC PDF ബാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ചാനലുകളുണ്ട്. അപ്പം അവരുടെയൊക്കെ പത്രവാർത്തകൾ, അവരുടെയൊക്കെ ചാനലുകളിൽ നമുക്ക് എന്ത് കിട്ടും, ഡെയിലി അപ്ഡേറ്റ്സൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ പണ്ടത്തെ പോലെ എല്ലാം ഒന്നും കവർ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടാറില്ല. പക്ഷേ ഇപ്പം വർക്ക് ഫ്രം ഹോം ആയത് കാരണം കിട്ടുന്ന സമയം യൂട്ടിലൈസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് അത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു. അത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു. അപ്പം നമ്മൾ വായിക്കുന്നതൊക്കെ ഏകദേശം നമുക്കറിയാമല്ലോ ഏതൊക്കെയാണ്. ഞാൻ വായിക്കുന്ന തൊഴിൽ വീഥികൾ മാറ്റി വെക്കാറുണ്ട്. അത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക എന്നുള്ളതാണ്, നമ്മൾ റിവിഷൻ പോലെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക എന്നുള്ളതാണ് നമുക്ക് ഓർത്ത് വെക്കാനുള്ള ഏറ്റവും വലിയൊരു ട്രിക്ക് എന്ന് പറയുന്നത്. അതിനപ്പുറത്തോട്ടൊന്നുമില്ല. പക്ഷെ എനിക്കറിയാം കൂടുതലും ഒരു 60-70% ആളുകൾക്ക് റിവിഷനായിരിക്കും ബുദ്ധിമുട്ട് എന്നുള്ളത്. എല്ലാവരും റിവിഷനിലോട്ട് പോകുന്നതിനേക്കാളും നല്ലത് പുതിയത് പഠിക്കാത്തത് പഠിക്കാം എന്നുള്ള രീതിയിലോട്ട് പോവുമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലരും അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കങ്ങനെ തന്നെയാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ അതിനിടയ്ക്കൊരു വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്യുകയാണ്. നമ്മൾ ശൈലജ ടീച്ചറെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഒരു ഫേക്ക് ഡാറ്റാസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി അത് ഞാൻ പോസ്റ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ വേറൊരു വർക്ക് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൂടെ ചെയ്തു. അതിനുശേഷം പിന്നെ ബാക്കി കാര്യങ്ങളിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോഴേക്കും ഇപ്പോൾ ഈ ചൂട് കാരണം ഭയങ്കര ക്ഷീണമാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ വീട്ടിലാണെങ്കിൽ മേലെ ആയത് കാരണം എന്താ പറയുക, നമ്മളിങ്ങനെ ചുട്ടെടുക്കുക എന്നൊക്കെ പറയില്ല, അത്ര അവസ്ഥയാണ്. നമ്മളിങ്ങനെ വെറുതെ നിന്ന് വേർത്തൊലിച്ചുകൊണ്ടേയിരിക്കും. ഫാനിൻ്റെ അടിയിൽ പോയിരുന്നാലും എന്താ പറയുക, ഇങ്ങനെ വേർത്തോണ്ടേയിരിക്കും. അപ്പം ഈ ഒരു ഓറഞ്ചോ അല്ലെങ്കിൽ പൊർത്തുകാലോ ഒക്കെ നമ്മൾ എപ്പോഴും സ്റ്റോക്കായിരിക്കും. അതുപോലെ തന്നെ വാട്ടർമെലൺ, ഇത് 2 സാധനങ്ങൾ എപ്പോഴും സ്റ്റോക്കായിരിക്കും ജ്യൂസ് അടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കായാലും എപ്പോഴും തണുപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, തണുത്തത് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഡെയിലി ഇങ്ങനെ ജ്യൂസസ് റെഡിയായി 2 നേരം ജ്യൂസ് കൊടുക്കും കുട്ടികളായാലും ഞങ്ങളായാലും ഒക്കെ. കാരണം ഭയങ്കര എന്താ പറയുക, നമ്മൾ ക്ഷീണിച്ച് പോവാണ്. ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഈ ചൂട് കാരണം ക്ഷീണിച്ച് പോവാണ്. അപ്പം അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാനൊന്ന് പഠിത്തമൊക്കെ നിർത്തി വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് ജ്യൂസ് അടിച്ചിട്ട് ഫ്രീസറിൽ വെക്കാമെന്ന് കരുതി ജ്യൂസൊക്കെ അടിക്കാൻ വെച്ചു. കുറച്ച് ഐസ് ഉണ്ടായിരുന്നു, അതിട്ട് അടിച്ചിട്ട് ഞാൻ ആദ്യം ഒരു ഗ്ലാസ് കുടിച്ചു കേട്ടോ. കാരണം ഞാൻ അപ്പോഴേക്കും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അതാദ്യം ഞാനൊരു ഗ്ലാസ് കുടിച്ചു. പിന്നെ എല്ലാവരും ഉറങ്ങി എഴുന്നേറ്റു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഉറങ്ങി എഴുന്നേറ്റ സമയത്ത് പിന്നെ 5 പേരും കൂടെ ചേരുമ്പോൾ പിന്നെ ഭയങ്കര എന്താ പറയുക തിരക്കായിരിക്കും. ഇനി വീഡിയോ ഒക്കെ എനിക്ക് എടുക്കാൻ മറന്നുപോകും. അങ്ങനെ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. പിന്നെ രാത്രി ഞാൻ ഫ്രീ ആയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ രാത്രി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേഗം വീഡിയോ എടുത്തതാട്ടോ. അങ്ങനെ ഇനി രാത്രിയുടെ ഫുഡെന്ന് പറയുന്നത് ചപ്പാത്തിയാണ്. ചപ്പാത്തിയും അതുപോലെ തന്നെ മീൻ കറിയും സാലഡും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെയാണ്. അപ്പോൾ ചപ്പാത്തി എന്ന് പറയുന്നത് നല്ല നൈസായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധാരണ ചപ്പാത്തിയല്ല, നോർത്ത് ഇന്ത്യൻസൊക്കെ ചെയ്യുന്നത് പോലെ കുറച്ച് കട്ടിയിൽ റൊട്ടി പോലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ഉണ്ടാക്കി. പിന്നെ കയ്പ്പൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു, തൈരുണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, അങ്ങനത്തെ എല്ലാ സാധനങ്ങളൊക്കെ കൂട്ടി ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ചു. അതിനുശേഷം പിന്നെ ഞാനിത് വിരിക്കുകയാണ്. ആദ്യം തണുപ്പൊക്കെ ഉള്ള സമയത്ത്, അതായത് ഡിസംബറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ മറ്റേ റൂമിലും പോയി കിടക്കും. പക്ഷെ ഇപ്പം അതിന് പറ്റില്ല, കാരണം ആ റൂമിലും തീരെ കിടക്കാൻ കഴിയില്ല, ഫാനിൻ്റെ അടിയിലൊന്നും. അപ്പോൾ നമ്മൾ 5 പേരും കൂടെ ഇപ്പം ഇവിടെ തന്നെയാണ് കിടക്കാറ്. നമ്മൾ സാധാരണ ഇങ്ങനെ തന്നെയാണ് കിടക്കാറ്. പിന്നെ ഡിസംബർ മാസമൊക്കെ വരുന്ന സമയത്താണ് അവർക്ക് ഒറ്റയ്ക്ക് പോയി കിടക്കാൻ ബോധി ഉണ്ടാകുമ്പോൾ അവരവിടെ പോയി കിടക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് തന്നെ കിടക്കാറ് കേട്ടോ.
നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.